നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ കുബേര തുടരുന്നു. കുളത്തൂപ്പുഴയിൽ 2 പേർ അറസ്റ്റിൽ, രേഖകളും പിടിച്ചെടുത്തു. കൃത്യമായ പരാതികളില്ലാതെ പണമിടപാട് സ്ഥാപനങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യിച്ച് പീഡിപ്പിക്കുന്ന നടപടി UDF സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ. നിലവിലെ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂൾ ഭരണസമിതിയുടെ പാനലിനെതിരെ കർമ്മസമിതി പാനൽ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് മാനേജർ എബ്രഹാം ജോർജ്. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടി കിഴക്കൻ മേഖലയുടെ അഭിമാനമായി പുന്നല സ്വദേശിനി അജ്മി എൻ റസൽ. സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാതാകുന്നതിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് കൊല്ലം ജില്ലയെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. ബ്ലേഡ് സംഘങ്ങൾക്കെതിരായ ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ കുളത്തൂപ്പുഴയിൽ 2 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി മലയോര മേഖലയിൽ വ്യാപക പോലീസ് പരിശോധന നടന്നു. കുളത്തൂപ്പുഴയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അമിത പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന 2 പേർ അറസ്റ്റിലായി. അയ്യൻപിള്ള വളവ് സ്വദേശി രായ്ക്കുട്ടൻ എന്ന് വിളിക്കുന്ന രാജീവ്, കായിക്കര കുന്നുംപുറത്ത് ആടുതമ്പി എന്ന് വിളിക്കുന്ന മീര സാഹിബ് റാവുത്തർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്ന് നിരവധി മുദ്രപത്രങ്ങളും ചെക്ക് ലീഫുകളും പോലീസ് കണ്ടെടുത്തു. കുളത്തൂപ്പുഴ SI സുധീഷ് കുമാർ, ഗ്രേഡ് SI ബെനഡിക്ട്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ്, സുരേഷ്, മനോജ് എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൃത്യമായ പരാതികളില്ലാതെ പണമിടപാട് സ്ഥാപനങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യിച്ച് പീഡിപ്പിക്കുന്ന നടപടി UDF സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം നിയമാനുസൃതമായി ലൈസൻസ് നേടി മാന്യമായി ബിസിനസ് ചെയ്യുന്ന ചെറുകിട പണമിടപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ 15,000-ഓളം വരും. പോലീസിനെ ഉപയോഗിച്ച് ഈ വ്യാപാരികളെ വട്ടിപ്പലിശക്കാരും ബ്ലേഡുകാരുമായി ചിത്രീകരിക്കുന്നത് കേരളത്തിൽ തഴച്ചു വളരുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനാണോ എന്ന് അസോസിയേഷൻ സംശയിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറുകിട പണയ വ്യാപാരികളെ ആശ്രയിച്ചുകൊണ്ട് ഏകദേശം 1 ലക്ഷത്തിന്മേൽ കുടുംബങ്ങൾ ഞങ്ങൾ ജോലി കൊടുത്ത് ഇവിടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ നാട്ടിൻ പുറത്തുള്ള വളരെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ATM കാർഡൊന്നുമില്ല ഏത് സമയത്തും പൈസ എടുക്കാൻ. അവർക്ക് അന്നേരം ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ഞങ്ങളെ പോലെ ഫ്ലെക്സിബിളായി ആളും തരവും അനുസരിച്ച് മാക്സിമം പൈസ വരെ കൊടുത്താണ് ഈ ഒരു വ്യവസായം ചെയ്യുന്നത്. ഈ വ്യവസായം മണി ലെൻഡേഴ്സ് ആക്ട് നിയന്ത്രിക്കാൻ ഇവിടെ കൃത്യമായി ഒരു നിയമവും കൃത്യമായ ഒരു വകുപ്പുമുണ്ട്. വിൽപ്പന നികുതി വകുപ്പിനാണ് ഇതിന്റെ എല്ലാവിധ അധികാരവും ഉള്ളത്. ഒരു സ്ഥാപനത്തിൽ വന്ന് പരിശോധിച്ച് ബുക്കുകളുണ്ടോ, ലൈസൻസ് ഉണ്ടോ, ലൈസൻസ് പ്രകാരമാണോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ് വിൽപ്പന നികുതി വകുപ്പുള്ളത്. ഈ വിൽപ്പന നികുതി വകുപ്പുള്ളപ്പോൾ പോലീസ് ഇതേപോലെ കൃത്യമായി ബോർഡ് വെച്ച് പഞ്ചായത്തിനുള്ള നികുതിയും വരുമാന നികുതിയും ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ലൈസൻസ് എത്ര രൂപയാണെന്ന് വെച്ചാൽ അതും അതിന് ബിസിനസ് ചെയ്യുന്നതിനുള്ള സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ പറയുന്ന ട്രഷറിയിലുള്ള സ്ഥിര നിക്ഷേപത്തിന്റെ ഗ്യാരണ്ടിയും കൊടുത്ത് ഇവിടെ ഇടപാടുകാർക്ക് പൂർണ്ണമായ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിക്കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഈ ചെറുകിട വ്യാപാരികൾ ഇവിടെ ബിസിനസ് നടത്തുന്നത്. ഈ ബിസിനസ്സിനെ തകർത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഉപഭോക്താക്കൾ സ്വാഭാവികമായും ചെന്നു ചേരുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് NBFC-കളിലായിരിക്കും. 1 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്ന ഈ മേഖലയുടെ തകർച്ച തൊഴിൽ നഷ്ടം മാത്രമല്ല, റിസർവ് ബാങ്ക് പലിശ നിയന്ത്രണം എടുത്തുകളഞ്ഞ് കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെയ്യും. ലൈസൻസ്, മറ്റ് അനുബന്ധ രേഖകൾ മുതലായവ സഹിതം പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഹാജരാകണം എന്ന് നോട്ടീസ് മുഖാന്തരം ആവശ്യപ്പെടാതെ കാടിളക്കി പ്രചരണം നടത്തുന്നത് UDF സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്ന പരാജയം മറയ്ക്കാനാണോ അതോ സൂപ്പർ മുഖ്യമന്ത്രിയാവുകയാണോ എന്നും അസോസിയേഷൻ ചോദിച്ചു. നിയമാനുസൃതം ലൈസൻസ് നേടി വ്യാപാരം ചെയ്യുന്നവരെ പരിശോധിക്കാൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിൽപ്പന നികുതി വകുപ്പ് ഉള്ളപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് പ്രസ്തുത മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം സ്വദേശിയായ യുവാവ് ഓട്ടോറിക്ഷ അപകടത്തിൽ മരിച്ചു. കായംകുളം പുനലൂർ റോഡിൽ കഴിഞ്ഞ രാത്രിയാണ് അപകടമുണ്ടായത്. പത്തനാപുരം കല്ലുംപുറത്ത് വീട്ടിൽ ചെറിയാൻ തോമസ്, ഏലിയാമ്മ തോമസ് ദമ്പതികളുടെ മകൻ അനിൽ തോമസ് ആണ് ഓട്ടോറിക്ഷ അപകടത്തിൽ മരണമടഞ്ഞത്. 42 വയസ്സായിരുന്നു. പുനലൂർ കായംകുളം പ്രധാന പാതയിൽ മരുതിമൂടിന് സമീപം വെച്ചാണ് കഴിഞ്ഞ രാത്രി അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ചാരുമൂട്ടിലെ സ്വകാര്യ ബാറിലെ ജീവനക്കാരനായിരുന്നു അനിൽ തോമസ്. അനിൽ തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബെറ്റിയാണ് ഭാര്യ. അനീറ്റ, അലീന, ആഷ്ന എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശിലാഫലകത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രാദേശിക വികസന ഫണ്ടെന്ന് രേഖപ്പെടുത്തിയ സംഭവത്തിൽ ആരോപണവിധേയായ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ പ്രതികരിച്ചു. കള്ളപ്രചരണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന് ആശാ ശശിധരൻ പറഞ്ഞു.
പത്തനാപുരം വെള്ളാറമൺ ക്ഷേത്രക്കടവിലേക്ക് പുതുതായി പണി കഴിപ്പിച്ച റോഡിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ MLA, MP എന്നിവർക്ക് മാത്രമാണ് പ്രാദേശിക വികസന ഫണ്ടുള്ളത്. ക്ഷേത്ര ഭാരവാഹികളാണ് ഫലകം സ്ഥാപിച്ചതെന്നും ഫലകത്തിലെ തെറ്റിന്റെ ഉത്തരവാദിത്തം തനിക്കല്ലെന്നും ഫലകത്തിലെ പിഴവ് തിരുത്താൻ തയ്യാറാണെന്നും ആശാ ശശിധരൻ ചാനൽ ലൈവിനോട് പറഞ്ഞു. പ്രാദേശികം എന്നുള്ളൊരു വാക്ക് ഞങ്ങളെല്ലാം ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് അവിടെ നിർമ്മാണ ഉദ്ഘാടനം എന്നെ കൊണ്ട് ചെയ്യിക്കുകയും അങ്ങനെ അവിടെ അതിനെ ഒരു ഫലകം വെച്ചത്. പക്ഷെ ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് അവിടെ ഫലകം വെച്ചത്. അതെ, ക്ഷേത്ര കമ്മിറ്റിയാണ് ഫലകം വെച്ചത്. പക്ഷെ അതിനകത്ത് പിശകുണ്ടോ? ആ ഫലകത്തിൽ പിശകുണ്ടോ? ഉണ്ടാകാം. കാരണം അത് തിരുത്തണമെന്നുണ്ടോ? തിരുത്താൻ ഉദ്ദേശമുണ്ടോ? പ്രാദേശിക ഫണ്ടെന്ന് എഴുതിയെങ്കിൽ ആ പ്രാദേശികം ഒന്ന് എഴുതിയതാണ്. വികസനമാണ് എല്ലായിടത്തും ലക്ഷ്യം. ആ വികസന ഫണ്ട് തന്നെയാണ്. അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സദുദ്ദേശമാണ് തന്നെ. നല്ലതായിട്ട് എന്റെ ഡിവിഷനിലെ ഫണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്മോന്റെ കിട്ടിയ വിഹിതത്തിൽ നിന്നുള്ള റോഡ് അല്ലത്. അത് ആ ഡിവിഷൻ മെമ്പറിന്റെ കൂടെ അറിവോടുകൂടി ചെയ്തതാണ്. പ്രാദേശിക വികസനം എന്ന് എഴുതിയതിൽ പിശകുണ്ട്. ഉണ്ട്. അതുണ്ടെങ്കിൽ അത് തിരുത്തും. ആ പിശക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഉന്നയിക്കേണ്ടത്. ഉന്നയിച്ച് ഇവിടെ തിരുത്തപ്പെട്ട് മിനിറ്റ്സ് ഉൾപ്പെടെ ഉണ്ട്. ഈ മെമ്പർ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഇവിടെ ഉന്നയിച്ചതാണ്. അന്നേരം ശരി, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞതിന്റെ ഉദ്ഘാടന സമയത്ത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് റോഡിന് ഉദ്ഘാടനം ചെയ്യാം എന്നീ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് പിരിഞ്ഞതാണ്. പിന്നെ ചാനലിന്റെ മുന്നിൽ ചില ലക്ഷ്യത്തോടുകൂടി അത് ജനം ഇതിന് മറുപടി കൊടുക്കും. ജനത്തിന്റെ കയ്യിൽ നിന്ന് തക്കതായ മറുപടി ഈ രാജ്യമോ ഡിവിഷൻ മെമ്പറിന് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയം. പ്രാദേശിക വികസന ഫണ്ട് എന്നാൽ പ്രദേശത്തിന്റെ വികസനത്തിനുള്ള ഫണ്ട് എന്നാണ് അർത്ഥമെന്നും ആശാ ശശിധരൻ വ്യാഖ്യാനിച്ചു. പ്രാദേശിക വികസന ഫണ്ട് എന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൈസയോ സർക്കാരിന്റെ പൈസയോ ഉപയോഗിച്ച് ഞങ്ങൾ ആരും അവിടെ ഒരു ഫലകം വെച്ചിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറായ രാജ്മോഹനോട് പല പ്രാവശ്യം അവിടുത്തെ പ്രദേശവാസികൾ ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്യണമെന്നും ആ റോഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് പല വികസന പ്രവർത്തനത്തിനും തടസ്സം നിൽക്കുന്ന ഈ പത്തനാപുരം പഞ്ചായത്ത് ഏറ്റവും അത്യാവശ്യ റോഡാണെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതിരിക്കുകയും ഡിവിഷൻ മെമ്പറായ ആ മെമ്പർ വേറെ വാർഡുകളിൽ അദ്ദേഹത്തിന് ഫണ്ട് ഉപയോഗിച്ചതുകൊണ്ട് ആ മെമ്പർ ഉൾപ്പെടെ എന്നോട് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആ റോഡ് ഏറ്റെടുത്ത് പ്രസിഡന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ എന്റെ ഡിവിഷനിൽ ചെയ്യേണ്ടുന്ന പൈസയാണ് കഴിഞ്ഞ വർഷം വെച്ച് ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. കാരണം എന്റെ പ്രദേശത്തെ പ്രാദേശിക നിവാസികളുടെ നിരന്തരമായ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ മെമ്പറുടെയും വാർഷിക പദ്ധതിയിൽ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 13-14 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത റോഡാണ്. എന്നാൽ ഫലകത്തിൽ ആശാ ശശിധരന്റെ പ്രാദേശിക വികസന ഫണ്ടെന്ന് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ G. രാധാമോഹൻ രംഗത്ത് വന്നു. ആശാ ശശിധരന്റെ നടപടി രാഷ്ട്രീയ നെറുകേടാണെന്നും ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത നടപടിയാണ് മറ്റൊരു ഡിവിഷൻ മെമ്പറുടെ വാർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ആശാ ശശിധരൻ ചെയ്തതെന്നും G. രാധാമോഹൻ ചാനൽ ലൈവിനോട് പറഞ്ഞു. രാജ്മോഹൻ മെമ്പറോട് കാണിച്ച ഒരു അവഗണനയാണ് അത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് വളരെ തെറ്റായി എന്നുള്ളതാണ് എന്റെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിലവിലെ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂൾ ഭരണസമിതിയുടെ പാനലിനെതിരെ കർമ്മസമിതി പാനൽ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് മാനേജർ എബ്രഹാം ജോർജ് പുനലൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എതിർ പാനലിന്റെ പ്രമുഖ സംഘാടകനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ വ്യക്തി സ്കൂളിൽ നടത്തുന്ന നിയമനങ്ങളിൽ ക്രമവിരുദ്ധമായി ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നിരസിച്ചതിനാലാണ് താലൂക്ക് സമാജത്തിനെതിരെ അദ്ദേഹം രംഗത്തെത്തിയതെന്ന് മാനേജർ എബ്രഹാം ജോർജ് പറഞ്ഞു. അന്ന് തന്നോടൊപ്പമുണ്ടായിരുന്ന ചിലരെ ചാക്കിട്ട് പിടിച്ചതിന് പിന്നിൽ വൻ അഴിമതി നടത്താമെന്ന വിശ്വാസമാണെന്നും എബ്രഹാം ജോർജ് കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ടുപോയി എന്നുള്ള പത്രവാർത്തകളും കുപ്രചരണങ്ങളും ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുനലൂരിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവിനെ നിയമിക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും പല ആവർത്തി എന്നോട് പറയുകയും എന്നാൽ മെറിറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിയമിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ നേതാവിൻ്റെ ബന്ധുക്കാരിക്ക് കൊടുക്കാത്തതിൻ്റെ പകയാണ്. അന്ന് മുതൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഏത് വിധത്തിൽ ഈ പത്തനാപുരം താലൂക്ക് സമാജത്തെ ദ്രോഹിക്കാമോ അത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്.
20 വർഷമായി നഗരസഭാ കൌൺസിലറായി തുടരുന്ന താൻ കൊഴുത്തു മാത്രം ശീലിച്ചവനാണെന്നും എടുത്തു മാത്രം ശീലിച്ചവർ തനിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അതിന്റേതായ അർത്ഥത്തിൽ തള്ളിക്കളയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളായ കെ രാമചന്ദ്രൻ, ബിജു കാർത്തികേയൻ, എബ്രഹാം ജോർജ്, ആശ്രാമം ഗോപാലകൃഷ്ണൻ, KR ഗോപിനാഥൻ നായർ, അഡ്വക്കേറ്റ് പി ജെറോം, എൻ സുന്ദരേശൻ, സുദർശനൻ പിള്ള, എബ്രഹാം മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്ക് നേടി കിഴക്കൻ മേഖലയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പുന്നല സ്വദേശിനി അശ്മി എൻ റസൽ. അശ്മിയെക്കുറിച്ച് പത്തനാപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. +2 പരീക്ഷയിൽ 1 മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവനും വീട്ടിലെത്തിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അജ്മി എന്ന കൊച്ചുമിടുക്കി. പത്തനാപുരം പുന്നല ചാച്ചിപ്പുന്ന പുതുവിള വീട്ടിൽ റസലുദ്ദീൻ സലീന ദമ്പതികളുടെ മകൾ അജ്മി എൻ റസൽ 1200-ൽ 1200 മാർക്കും നേടിയെടുത്തു. മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് അജ്മി ലൈവ് വാർത്തയോട് പറഞ്ഞു. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തി നിൽക്കുന്നത്. ഇത്രയും വലിയൊരു ഭാഗ്യം തന്നതിന് ആദ്യമായിട്ട് തന്നെ എൻ്റെ റബ്ബിനോട് ഞാൻ ഒരുപാട് എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സ്വത്തുക്കളാണ് എൻ്റെ അത്തച്ചിയും അമ്മച്ചിയും എൻ്റെ അനിയനും. എന്നുവെച്ചാൽ അവർ എൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അർപ്പണബോധവും അതെല്ലാം കൊണ്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത് തന്നെ. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, കൂട്ടുകാരും ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് അടുത്തതായിരിക്കും. അവർ തന്ന സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അജ്മി പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലാണ് സയൻസ് തിരഞ്ഞെടുത്ത് ഉപരിപഠനം നടത്തിയത്. മാതാപിതാക്കളും അധ്യാപകരും സഹപാഠികളും തനിക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളതെന്നും ഡോക്ടറാകാനാണ് തന്റെ ആഗ്രഹമെന്നും അജ്മി പറഞ്ഞു. ഇപ്പം എല്ലാവരും പറയും എല്ലാവരുടെ ആഗ്രഹം ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയാണെന്ന് പറയും. പക്ഷെ എൻ്റെ ഉള്ളിൽ കുഞ്ഞിലെ മുതൽ എൻ്റെ ഉള്ളിലുള്ള ഒരു അഭിലാഷമായിരുന്നു നല്ലൊരു ഡോക്ടർ ആവണമെന്നുള്ളത്. എന്നുവെച്ചാൽ ദൈവത്തിന്റെയും മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല ആത്മീയമായ ഒരു കൈകൾ എനിക്ക് വേണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്കൊരു പുണ്യപ്രവൃത്തി എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭാവിയിൽ നല്ലൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഇക്കഴിഞ്ഞ അറബിക് കലോത്സവത്തിൽ കഥാരചന, ഉപന്യാസരചന എന്നിവയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അജ്മി മികച്ച ഗായിക കൂടിയാണ്. നാടിനും വിദ്യാലയത്തിനും അഭിമാനമായി മാറിയ അജ്മിക്ക് അഭിനന്ദനവുമായി നിരവധി പേർ എത്തിച്ചേരുന്നു. മകൾക്ക് ലഭിച്ച ഈ വിജയം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. പഠിച്ചവന്റെ അനുഗ്രഹം തന്നെ പറയാം. പിന്നെ സ്കൂളിലെ ടീച്ചർമാര്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാതാകുന്നതിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് കൊല്ലം ജില്ലയെന്ന് പോലീസിന്റെ രേഖകൾ. ഇത് തടയാൻ പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് റൂറൽ SP സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15-നും 20-നും മധ്യേ പ്രായമുള്ള പെൺകുട്ടികളാണ് കാണാതാകുന്നവയിൽ ഏറെയും. തെക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതലായും വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയുള്ള തട്ടിക്കൊണ്ടുപോകലുകളാണ് കണ്ടുവരുന്നത്. ഒരു 15-നും 20-നും വയസ്സുള്ള ഇടയ്ക്കുള്ള കുട്ടികളാണ് ഇവിടെ കാണാതാവുന്നത്. ഒരു 90% കേരളത്തിൽ മറ്റു പല ജില്ലകളിൽ വെച്ച് നോക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ. ജില്ലയിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ തടയുന്നതിനും കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനും ഡിസ്ട്രിക്ട് ലെവൽ ട്രേസിംഗ് യൂണിറ്റ് രൂപീകരിക്കുമെന്ന് റൂറൽ SP പറഞ്ഞു. കാരണം എങ്ങനെയാണെങ്കിൽ പോയതിനു ശേഷം 1, 2, 3 ദിവസം അത് ഞങ്ങളൊരു ഡിസ്ട്രിക്ട് ഇവരെ ഒന്ന് രൂപീകരിക്കുന്ന സ്റ്റേറ്റ് മുഴുവനുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവരെ തിരിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡിസ്ട്രിക്ട് ലെവൽ ഒരു ട്രേസിംഗ് യൂണിറ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് ലെവൽ ട്രേസിംഗ് യൂണിറ്റ് അത് ഹെഡ് ചെയ്യുന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത് അതുണ്ട്. പക്ഷെ അത് ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി ആക്ടിവേറ്റ് ചെയ്ത് നേരത്തെ ഉള്ളതാണ്. ആക്ടിവേറ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത് കൊണ്ട് കുറെ അധികം കിട്ടുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇവിടെയുള്ള വനിതാ സെല്ലിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും മീറ്റിംഗ് കൂടി ഇതൊന്ന് അവലോകനം ചെയ്യും. പെൺകുട്ടികൾ ചതിക്കുഴികളിൽ വീഴുന്നതിന്റെ കാരണമെന്തെന്ന് കണ്ടെത്താൻ അഡ്വക്കേറ്റ് R ശോഭനകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തും. കാണാതായവരെയും അവരുടെ സ്വഭാവവും കാണാതാകാനുള്ള കാരണവും കണ്ടെത്തുകയാണ് സംഘത്തിന്റെ ചുമതല. കാരണം കണ്ടെത്തിയാൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയാൻ പദ്ധതികൾ രൂപീകരിക്കും. 1.5 മാസത്തിനകം റിപ്പോർട്ട് തയ്യാറാക്കും. ജില്ലയിലെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ബോധവത്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. അവബോധം നൽകലും കൌൺസിലിംഗുമാണ് ആദ്യപടിയായി നടത്തുക. കുട്ടികളെ കൌൺസിലിംഗ് നടത്താനായി എല്ലാ സ്കൂളുകളിലും അധ്യാപകർ വേണ്ടതാണ്. എന്നാൽ ഒരു സ്കൂളിൽ പോലും ഇതിനായി അധ്യാപകരില്ലെന്ന് SP കുറ്റപ്പെടുത്തി. കൌൺസിലിംഗിനായി സ്കൂളിലെ യോഗ്യരായ അധ്യാപകരെ തിരഞ്ഞെടുത്ത് സ്കൂളിൽ ഒരു യൂണിറ്റ് രൂപീകരിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ബോധവത്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ഈ യൂണിറ്റുമായി വനിതാ CI ബന്ധപ്പെട്ട് റിപ്പോർട്ട് ശേഖരിക്കും. കുടുംബശ്രീ, ജനശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങൾക്കും ബോധവത്കരണ ക്ലാസുകൾ നടത്തും. മാനസികമായി തകർന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്കും ബോധവത്കരണം നടത്തും. കുടുംബത്തിലെ നിസ്സാര പ്രശ്നങ്ങളാണ് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റുന്നതിന് പ്രധാന കാരണമാകുന്നതെന്ന് SP ചൂണ്ടിക്കാട്ടി. കുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂളുകളിലും പൊതുനിരത്തുകളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും ബസ് സ്റ്റേഷനുകളിലും സജഷൻ ബോക്സ് സ്ഥാപിക്കുമെന്നും റൂറൽ SP പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അടിയന്തരമായി സ്വീകരിക്കേണ്ട ശുചീകരണ പ്രതിരോധ നടപടികൾ സംബന്ധിച്ച് യോഗത്തിൽ ധാരണയായി. യോഗത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ ജനകീയ സമിതിക്ക് രൂപം നൽകി. എല്ലാ ഞായറാഴ്ചകളും ഡ്രൈ ഡേ ആയി ആചരിക്കുക, 19, 26 തീയതികളിൽ ഇതിനായി എല്ലാ വാർഡുകളിലും ഭവന സന്ദർശനം നടത്തുക, സ്കൂളുകളിൽ ഹോമിയോ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തുക, താലൂക്ക് ആശുപത്രിയിൽ പനി വാർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നീ തീരുമാനങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത്. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പല രോഗങ്ങൾ കടന്നുവരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ്. കനവാളൂരും പുനലൂർ മുനിസിപ്പാലിറ്റി കാർഡ് കൊടുത്തത് നിങ്ങൾ അന്യ സംസ്ഥാനക്കാരനാണ് എന്ന മുദ്രകുത്തുന്നത്. ഈ കാർഡ് കൊടുക്കുക, അവർക്ക് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഈ കാർഡ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർഡ് ഇല്ലാത്തവൻ മാറി അപ്പുറത്തേക്ക് ചെന്നാൽ അവൻ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരിക. 3 മാസത്തിലൊരിക്കൽ ഈ ആരോഗ്യ കാർഡ് എടുത്തിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ PH സെന്ററുകളിൽ ഹാജരാക്കി ഇവർക്ക് ഏതെങ്കിലും രോഗങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നടത്തിയാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ വഴി പടരുന്ന രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി. വൈസ് ചെയർമാൻ എസ് ബിജു സ്വാഗതം പറഞ്ഞു. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, ഡോക്ടർ ഷാഹിർ ഷാ, ഡോക്ടർ സലീം, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഡി ദിനേശൻ, ബിനോയ് രാജൻ, വസന്ത രജൻ, സുശീല രാമചന്ദ്രൻ, CDS പ്രസിഡന്റ് ജമീല തൌഫീഖ്, ഗ്രേസി ജോൺ, ഡോക്ടർ KT തോമസ്, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനപ്രതിനിധികളുടെ അനാസ്ഥ തുടരുമ്പോൾ തടിക്കാട് കൊമ്പേറ്റിമല റോഡ് ശാപമോക്ഷമില്ലാതെ തുടരുന്നു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ വാഴ നട്ടു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ തടിക്കാട് കൊമ്പേറ്റിമല റോഡാണ് തകർന്ന് കാൽനട പോലും കഴിയാത്ത അവസ്ഥയിലായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ റോഡാണ് ഈ നിലയിലായത്. 3 വാർഡുകളിലായി 500ഓളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വേനൽ മഴ പെയ്തതോടെ റോഡ് കുളമായി. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. 35 വർഷമായി യാതൊരു കാരണവശാലും ശരിയാക്കുന്ന പതിവില്ല. ഞങ്ങൾ പോകാൻ വലിയ ബുദ്ധിമുട്ടി നടന്ന് മറിഞ്ഞു വീണ് നമുക്ക് കാലുളുക്കിയിരിക്കുക. ഇവിടെ 2 മനുഷ്യർ അവിടെ കാലൊടിഞ്ഞ് കിടപ്പുണ്ട്. അവരെ എടുത്തോണ്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. പിള്ളേരൊക്കെ വന്നാലും കൊച്ചുങ്ങൾ പൈസരൊക്കെ വന്ന് ഉച്ചമുട്ടിയൊക്കെ വീഴുക. വലിയ ബുദ്ധിമുട്ടാണ് നടക്കുന്ന കാര്യം. ഇപ്പം വെള്ളവും തുണിയായിട്ട് കിടക്കുക. അവർക്ക് തോട്ടിലൊക്കെ ഇറങ്ങി അവർ പോകുന്ന അതും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലതവണ ജനപ്രതിനിധികളോട് പരാതിപ്പെട്ടെങ്കിലും പരിഹാരം ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. തടിക്കാട് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടി നിരവധി വിദ്യാർത്ഥികൾ ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. അധ്യയന വർഷം തുടങ്ങുന്നതോടെ അവരുടെ കാര്യം കഷ്ടത്തിലാവും. അവതങ്ങൾക്കുള്ള ഡ്രസ്സുകൾ ചിലപ്പോ ഒന്നേ കാണത്തുള്ളു. പിന്നെ അത് അടിച്ചും കഴിയും പുഴിഞ്ഞൊക്കെ ഈ പരുവത്തിന് ഇട്ടുകൊണ്ട് പോവാൻ ഭയങ്കര പാടാ. നിങ്ങൾ സുഖമില്ലാത്തവരാണ് തളർന്നു കിടക്കുന്ന അവരെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആശുപത്രിയിൽ പോവാൻ ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്നത്. വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നേതാക്കൾ എത്തുന്നതെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ കണ്ണങ്കിയ ജംഗ്ഷന് വരെ വന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും. ഈ വെള്ളത്തിൽ കിടന്ന് നീന്തുക. ഒന്ന് മരിച്ചാൽ പോലും എടുത്തോണ്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോഴത്തേനും കുറേശ്ശെ പണികൾ ചെയ്യും. MLA വന്നപ്പോഴത്തേനും അത് ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവർ ഇച്ചിരി മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴും പറഞ്ഞ് അവർ താറിങ് തരും, മറ്റേത് തരും, താറിങ്ങിന് അനുവദിച്ചിട്ടുണ്ട്, മറ്റേത് അനുവദിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയും. ഇതുവരെ ഒന്നുമില്ല. റോഡ് നന്നാക്കാത്ത പക്ഷം ഇനി ആർക്കും വോട്ട് ചെയ്യില്ലെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇനി വോട്ട് ഞങ്ങൾ കൊടുക്കണോ ഇല്ലയോ ഞങ്ങൾ തീരുമാനിക്കും. റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശത്ത് ആർക്കെങ്കിലും അസുഖം വന്നാൽ ഏറെ ബുദ്ധിമുട്ടാണ്. അതിന്റെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ റോഡിൽ വാഴ നട്ടത്. MLA ഇവിടെ വന്നെങ്കിലേ ഒക്കത്തുള്ളേ. MLA വന്ന് ഇത് കണ്ട് ഇത് ശരിയാക്കി തരണം. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. റേഷൻ കടകളിൽ പോയി അരി പോലും മേടിക്കാൻ നിവൃത്തിയില്ല. ഒരു വണ്ടി വിളിക്കണമെങ്കിൽ അവര് പറയുന്ന തുക കൊടുക്കണം. അന്നേരം ഞങ്ങളെ കയ്യിൽ നിവൃത്തിയില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ KSRTC ഡിപ്പോയോട് ചേർന്നുള്ള കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് കക്കൂസ് മാലിന്യം കല്ലടയാറ്റിലേക്ക് ഒഴുക്കുന്നതായി പരാതി. KSRTC കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് മുമ്പും ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം കല്ലടയാറ്റിലേക്ക് ഒഴുക്കിയിരുന്നു. കഴിഞ്ഞ രാത്രി കക്കൂസ് മാലിന്യം കല്ലടയാറ്റിലേക്ക് ഒഴുക്കുന്നത് സ്ഥലവാസിയായ AK നസീർ കണ്ട് വിവരം തിരക്കി ചെന്നപ്പോൾ മാലിന്യം പമ്പ് ചെയ്തുകൊണ്ടിരുന്നവർ ഓടി രക്ഷപ്പെട്ടുവത്രേ. പുനലൂർ SI ബെന്നിലാലുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലം സന്ദർശിച്ച് മാലിന്യം പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി. പോലീസ് സ്വമേധയാ സംഭവത്തിൽ കേസെടുക്കാതിരുന്നതിനാൽ പൊതുതാൽപര്യ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് പൊതുപ്രവർത്തകനായ AK നസീർ. കൊല്ലൂർ നഗരസഭയുടെ ഗുരുതരമായ വീഴ്ച മാത്രമാണ് ഈ കല്ലടയാറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. ഈ കല്ലടയാറ്റിൽ വരുന്ന വെള്ളം ശുദ്ധീകരിച്ചത് എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും മലമൂത്ര വിസർജനം നിറഞ്ഞ് ഒഴുകുന്ന വെള്ളമാണെന്ന് ഞാൻ സത്യസന്ധമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്.
ഇതിനെതിരെ നഗരസഭയെ ഇവിടുത്തെ അധികാരികളോ കണ്ണ് തുറക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജനങ്ങൾ ജീവിച്ചോട്ടെ, ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ട എന്നുള്ളൊരു മട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. എക്സിറ്റ് പോളുകൾ മാധ്യമ ചർച്ചകളിൽ അരങ്ങ് തകർക്കുമ്പോൾ തങ്ങളുടെ എം പി ആരെന്ന് പ്രവചിക്കാൻ വോട്ടർമാർക്ക് അവസരമൊരുക്കുകയാണ് അഞ്ചലിൽ ഒരു കൂട്ടം നാട്ടുകാർ. ശരിയായി പ്രവചിക്കുന്നയാൾക്ക് പുതിയ എം പി ആയിരിക്കും സമ്മാനം നൽകുക. കൊല്ലം നിയോജക മണ്ഡലത്തിലെ എം പി ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നാട്ടുകാർക്ക് പുതിയ എം പി ആരെന്ന് പ്രവചിക്കാൻ അവസരമൊരുക്കുകയാണ് അഞ്ചൽ കൈപ്പള്ളിമുക്കിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. കൈപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ വിജയിക്കുന്ന എം പിയുടെ പേരും അവർക്ക് കിട്ടുന്ന ഭൂരിപക്ഷവും എഴുതിയിടണം. 16-ന് വൈകിട്ട് 5 മണിയോടെ ബോക്സ് തുറക്കും. കൊല്ലം നിയോജക മണ്ഡലത്തിലെ എം പിയെയും ഭൂരിപക്ഷവും ശരിയായി രേഖപ്പെടുത്തുന്നയാൾക്ക് ആകർഷകമായ സമ്മാനങ്ങളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വിജയിക്കുന്നവർക്ക് പുതിയ എം പി തന്നെ സമ്മാനം വിതരണം ചെയ്യുമെന്നും നിരവധി പേരാണ് പ്രവചനത്തിൽ പങ്കെടുക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കൈപ്പള്ളി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള വോട്ടർമാർ സംഘടിപ്പിച്ച ഒരു പുതുമയാർന്ന പരിപാടിയാണ്. എക്സിറ്റ് പോളോ മറ്റു അല്ല, പോസ്റ്റ് പോൾ എന്നുവെച്ചാൽ ഇനി ഫലപ്രഖ്യാപനത്തിന് 2 ദിവസം മാത്രമുള്ളപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു നല്ല ഉദ്ദേശം തോന്നുന്നു. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ പ്രായ ജാതി മത ഭേദമന്യേ ഞങ്ങൾ നടത്തുന്നൊരു പരിപാടിയാണ്. ആർക്കും ഇതിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് ആകർഷകമായ സമ്മാനവും നമ്മൾ കൊടുക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്ന സമ്മാനങ്ങളാണ്. അത് കൃത്യമായി ഫലപ്രഖ്യാപനത്തിന് ശേഷം, ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം 5 മണിക്ക് ശേഷം ഞങ്ങൾ പൊതുജന മധ്യത്തിൽ വെച്ച് തന്നെ പറ്റുമെങ്കിൽ ഏത് എം പി ആയാലും നമ്മുടെ പാർലമെന്റ് ജയിച്ചു വരുന്ന എം പി നമ്മുടെ എം പി തന്നെയാണ്. അദ്ദേഹത്തിനെ വരുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ സമയവും അല്ലെങ്കിൽ സ്വീകരണത്തിനോടനുബന്ധിച്ച് പിന്നെ സമ്മാനദാനം അദ്ദേഹത്തിനെ കൊണ്ട് നടത്തിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പൊടിയാട്ടുവിള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. മെയ് 12-നാണ് ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ ബാലചന്ദ്രൻ തായങ്കരിയുടെ നേതൃത്വത്തിൽ സപ്താഹജ്ഞാനയജ്ഞം തുടങ്ങിയത്. യജ്ഞത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ക്ഷേത്ര സന്നിധിയിൽ കുട്ടികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനുമായി ഉണ്ണിയൂട്ട് നടന്നു. നിരവധി കുട്ടികൾ ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തു. സപ്താഹജ്ഞാനയജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. യജ്ഞം 18-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ കുബേര തുടരുന്നു. കുളത്തൂപ്പുഴയിൽ 2 പേർ അറസ്റ്റിൽ, രേഖകളും പിടിച്ചെടുത്തു. കൃത്യമായ പരാതികളില്ലാതെ പണമിടപാട് സ്ഥാപനങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് റെയ്ഡ് ചെയ്യിച്ച് പീഡിപ്പിക്കുന്ന നടപടി UDF സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ. നിലവിലെ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂൾ ഭരണസമിതിയുടെ പാനലിനെതിരെ കർമ്മസമിതി പാനൽ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് മാനേജർ എബ്രഹാം ജോർജ്. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടി കിഴക്കൻ മേഖലയുടെ അഭിമാനമായി പുന്നല സ്വദേശിനി അജ്മി എൻ റസൽ. സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാതാകുന്നതിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് കൊല്ലം ജില്ലയെന്ന് പോലീസ്.